അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ ഫോക്കസ് അഡ്മിൻസ്, ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയിലെ പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക്, എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ആദ്യ സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ എൻ്റെ ഈ ഒരു സംസാരം കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. അപ്പൊ അതില് നമുക്കറിയാവുന്ന പോലെ ഫോക്കസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോഴ്സുകൾ ഇതിനോടകം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സെഷനുകളാണ് നമ്മൾ ഇക്കാലം അത്രയും കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലിപ്പോ PSC, നെറ്റ്, കേട്ടറ്റ്, സെറ്റ്, പിന്നെ ഇവക്കെല്ലാം ഉപോത്ബലകമായി വരുന്ന പ്രധാനപ്പെട്ട 2 കോഴ്സുകൾ, ഒന്ന് ട്രാൻസ്ലേഷൻ, മറ്റൊന്ന് ഗ്രാമർ. ഈ ഏരിയകളിലാണ് കൂടുതലായിട്ട് ഇതുവരെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അറബിക് സ്പോക്കൺ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് 5 പൈസ വാങ്ങാതെ നമ്മൾ ചെറിയ രൂപത്തിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോ അതിലൂടെ വളർന്ന വിദ്യാർത്ഥികൾ തന്നെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അറബിക് സവി എന്ന രൂപത്തിൽ നമ്മൾ തുടങ്ങി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സവി എന്ന രൂപത്തിലും 2 കോഴ്സുകൾ നടത്തി വരുന്നുണ്ടായിരുന്നു. അപ്പോ അതിനോടനുബന്ധിച്ചാണ് ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് മറ്റൊരു കാൽവെപ്പ് നമ്മൾ നടത്തുന്നത്. അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പഠിതാക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതായത് PGക്ക് സാധാരണഗതിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അറബിക്കിൽ സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റികളും സിലബസിൽ വരുന്ന ഒരു ഏരിയയാണ് കണ്ടംപററി അറബ് വേൾഡ് എന്ന് പറയുന്ന ഭാഗം, അൽ ആലമുൽ അറബി അൽ മുആസിർ. ഈ ഒരു ഏരിയ നമ്മളിപ്പോ PGക്ക് ഒരു പക്ഷെ മുമ്പ് പഠിച്ച ആളുകൾ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് തന്നെ, ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അതിലൊരു കൃത്യമായ ധാരണ നമ്മൾ അന്ന് PG ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ അറിയുന്ന ഏരിയ അധ്യാപകർ പറഞ്ഞു പോവുക എന്നതിലപ്പുറം കൃത്യമായി നല്ലൊരു പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട രൂപത്തിൽ നമുക്കൊന്നും ലഭിച്ചിരുന്നില്ല. അതേ ഒരു അവസ്ഥ പലപ്പോഴും ഇപ്പൊ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയി പഠിക്കുന്ന രംഗത്തും അതിന്റെ കോണ്ടാക്ട് ക്ലാസ് കിട്ടാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. അപ്പൊ അതിൽ നേതൃത്വം നൽകിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോ ഏതായാലും അവരുടെ ശ്രമത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, നമ്മളൊക്കെ കോമ്പറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് നെറ്റ് എക്സാം എഴുതുന്ന ആളുകൾ പുതിയ സിലബസ് അനുസരിച്ച് കൊണ്ട് യൂണിറ്റ് 10 എന്ന് പറയുന്നത് പലരെയും കുഴക്കുന്ന ഒരു യൂണിറ്റ് ആണ്. പല ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു മാലൂമാത്ത് ആമ്മ അനിൽ ആലമിൽ അറബി എന്ന് പറഞ്ഞ് നമുക്ക് സിലബസിൽ വരുന്ന ഒരു ഭാഗമുണ്ട് യൂണിറ്റ് 10. എന്നുവെച്ചാൽ അറബി രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. ഇപ്പൊ ഈ ഒരു സിലബസ് നമ്മളിപ്പോ ഇവിടെ എടുക്കുന്ന ക്ലാസ് പിന്നെ ഇൻഷാ അല്ലാഹ് PG സിലബസിലുള്ള ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിൽ ഓരോ അറബി രാജ്യങ്ങളും ആ രാജ്യങ്ങളെ കുറിച്ച് കൃത്യമായ നല്ല ഒരു പിന്നെ ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് നമ്മൾ വളരെ നല്ല രൂപത്തിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിൽ വെറുതെ ക്ലാസ് എടുത്തു പോവുക എന്നതിലപ്പുറം, തിയറി മാത്രം പറഞ്ഞു പോകുന്നതിലപ്പുറം അതിൽ ഏതെല്ലാം രൂപത്തിൽ ചോദ്യങ്ങൾ വരുന്നു, ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഉള്ള നല്ലൊരു ക്ലാസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭിക്കുക.
സാധാരണ ഇപ്പോൾ നമുക്ക് PSC എക്സാമുകൾക്ക് അതുപോലെ തന്നെ ഈ പറഞ്ഞ നെറ്റ് എക്സാമിന് ഒക്കെ ചോദിക്കുന്ന പല ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ UAE, അതേപോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മറ്റൊരു രാജ്യമാണ് മിസ്ർ, ഈജിപ്തുമായി ബന്ധപ്പെട്ട്. ഈജിപ്തിലെ ഏഹ്, ഒരുപാട് വിഷയങ്ങൾ സൗറകളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അവിടെ ഫ്രഞ്ച് അധിനിവേശവുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഇതേപോലെ അധിനിവേശ ശക്തികൾ വന്നതും അവര് പോയതും അതിനുശേഷം ആ രാജ്യത്തുണ്ടായ ഭരണ വ്യവസ്ഥകളെ സംബന്ധിച്ച് ഇങ്ങനെ പലതുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോ സമകാലിക അറബ് ലോകവുമായി ബന്ധപ്പെട്ട് ഉള്ള ഏരിയയാണ് നമുക്ക് പഠിക്കാനും അതേപോലെ ചോദ്യങ്ങളിലൊക്കെ ഉണ്ടാവുക. അത് തന്നെയാണ് നമുക്ക് ഈ സിലബസിൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് കൃത്യമായി അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുള്ള നല്ല ഒരു സന്ദർഭവും കൂടിയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ പഠനവുമായി മുന്നോട്ട് പോവുക. പിന്നെ കോഴ്സിന്റെ തുടക്കം എന്ന നിലയിൽ പറയാനുള്ളത്, നമ്മളിപ്പോ ചെറിയൊരു ഫീ ആണ് ഇവിടെ എല്ലാവരും അടച്ചിട്ടുള്ളത്. 100 രൂപ എന്ന് വെച്ചാൽ ആർക്കും ഉള്ള സംഗതിയല്ല, ആർക്കും അടക്കാവുന്ന ഒരു സംഖ്യയേ ഉള്ളൂ. പക്ഷെ നമ്മള് ഏതൊരു കോഴ്സ് ഫോക്കസ് ഇതുവരെ നടത്തിയിട്ടുണ്ടോ അതിലൊക്കെ ആ കോഴ്സിന് അടച്ച ഫീയുടെ വലിപ്പം നോക്കിയിട്ടല്ല നമ്മൾ ക്ലാസ് നൽകാറുള്ളത്. ഇപ്പോ ഇതിലിപ്പോ നമ്മൾ ഫാക്കൽറ്റികൾക്ക് നമ്മൾ പെർ ഹവർ ചാർജ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു ക്ലാസ് ആണെങ്കിലും അതിലിപ്പോ എല്ലാവർക്കും ലൈവ് പങ്കെടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പിന്നെ ഈ ലൈവ് പങ്കെടുത്ത ആളുകൾക്ക് തന്നെ ഒറ്റ കേൾവിയിൽ ആ ക്ലാസ് പൂർണ്ണമായും ഫോളോ ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ക്ലാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ റെക്കോർഡ് ക്ലാസ് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ക്ലാസ് എഡിറ്റ് ചെയ്ത് അത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നൽകുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യണം, സമയം ചെലവാക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും വ്യവസ്ഥാപിതമായ രൂപത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും ലഭിക്കുക. അതേപോലെ ഓരോ ക്ലാസ്സിന്റെയും PDF നോട്ട്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഇൻഷാ അള്ളാ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പറയാനുള്ളത്, ജോയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് എളുപ്പമാണ്. പക്ഷെ ആ കോഴ്സ് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുന്നിടത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം എന്നുള്ളത് മനസ്സിലാക്കി പരമാവധി എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു കോഴ്സിനോടൊപ്പം സഞ്ചരിക്കണമെന്ന് മാത്രമാണ് വിനയത്തോടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമ്മളിത് ആദ്യമായി തുടങ്ങിയായതുകൊണ്ട് എല്ലാം ലൈവായിട്ട് തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ലൈവായി തന്നെ ക്ലാസ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കും ഒരു ആവേശം ഉണ്ടാവും, അതോടൊപ്പം നിങ്ങൾക്കും അത് തന്നെയായിരിക്കും ഏറ്റവും പ്രയോജനപ്രദമാവുക. കാരണം റെക്കോർഡഡ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ ആ റെക്കോർഡഡ് പിന്നെ അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നാലും അവിടെ ഉണ്ടാവും. മറിച്ച് അത് കൃത്യമായി ലൈവ് സെഷനിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ അതിൻ്റെതായ ഗുണം ഉണ്ടാവും എന്ന് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തി ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമുക്കിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ബഹുമാനനായ ഡോക്ടർ സുലൈമാൻ സാർ, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്ന നസറുദ്ദീൻ സാറുണ്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം സാറുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന ഉസാമ റഹ്മാനി സാർ, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ പങ്കാളികളായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിലെ പഠിതാക്കൾ എന്ന അർത്ഥത്തിലാണ്. ഈ ഒരുപക്ഷെ ഇപ്പൊ ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കോഴ്സിലായിരുന്നാലും പഠിതാക്കൾ ഒരുപക്ഷെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരായ നമ്മളെക്കാളും അറിവുള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും എല്ലാവരും വളരെ വിനയത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവാറുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതായിരുന്നാലും ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാവരും തുടക്കം മുതൽ ഉള്ളതുപോലെ ഈ കോഴ്സിന്റെ അവസാനം വരെ ഉണ്ടാവണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. നാഥൻ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ ഹ്രസ്വമായ ഒരു സ്റ്റാർട്ടിംഗ് ഇൻട്രൊഡക്ഷൻ സെഷൻ ആയതുകൊണ്ട് നമ്മൾ ആമുഖമായി ഖാലിദ് സാർ സൂചിപ്പിച്ച പോലെ ഇന്ന് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്.
ഈ ഇൻട്രൊഡക്ഷൻ സെഷനിൽ കോഴ്സിന്റെ ഒരു രീതി, അതിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഫോക്കസിനെ കുറിച്ച് അങ്ങനെ അടുത്തറിയാത്ത ആളുകൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ആ രൂപത്തിലൊരു പ്ലാൻ ചെയ്ത് പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും കോമ്പറ്റീറ്റീവ് രംഗത്തും പ്രത്യേകിച്ച് വിശിഷ്ട അറബി എക്സാമുകൾക്ക് വഴി കാണിക്കുന്ന കേട്ടറ്റ് മുതൽ സെറ്റ്, നെറ്റ്, അതോടൊപ്പം PhD വരെ എന്ന CVD ആളുകൾക്ക് അവരുടെ പഠന മേഖലയെ ഏറെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് അതിലെ പരീക്ഷകൾക്ക് ഉപരി നമ്മൾ പഠനവിധേയമാക്കുന്ന മൊത്തം നമ്മുടെ ഖരീത്തത്തിൽ ആലം ലോക മാപ്പിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ചില PSC പരീക്ഷകൾക്കൊക്കെ നാണയങ്ങൾ, രാജ്യ തലസ്ഥാനങ്ങൾ, ആശിമത്ത്, അതുപോലെ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും ഒരു ഏരിയ വരുന്ന, അതിനൊരു കണ്ടംപററി, അതുപോലെ GK ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അതിൽ വരുന്ന പ്രധാനമായും വരുന്ന രാജ്യങ്ങൾ, അത് മംലക്കത്തുൽ അറബിയ സൗദിയ മുതൽ തുടങ്ങിയിട്ട് മൊറൈത്താനിയയും ജസായിറും അൾജീരിയ, ജസായിർ, മഗ്രിബ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന മിസ്ർ, ഈജിപ്തും ഒക്കെ അടങ്ങിയിട്ടുള്ള വിശിഷ്യ അറബി ഭാഷാ സാഹിത്യവും അതോടൊപ്പം അറബി ഭാഷ പ്രചാര മണ്ണുമൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് പോകുന്ന ഈ പ്രോഗ്രാം, അത് തീർച്ചയായിട്ടും അത് ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. നേരത്തെ സംസാരത്തിൽ സൂചിപ്പിച്ച പ്രകാരം ഏപ്രിലിൽ വരാനിരിക്കുന്ന ഒരു PSC പരീക്ഷയ്ക്ക് എല്ലാവരും ഒരുങ്ങിത്തുടങ്ങി. തൊട്ടടുത്ത് നിൽക്കുന്ന PSC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകളുടെ ഒരു ആശങ്ക, ഇനി സമയമില്ല, ഇനി നോമ്പും സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ കടന്നു വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവർക്കൊക്കെ കൊടുത്ത ഒന്നാമത്തെ നിർദ്ദേശം, ഇനിയുള്ള ദിവസങ്ങൾ എത്രയുണ്ടോ അത് ഫുൾ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യലും, മാക്സിമം എത്ര കണ്ട് ആക്ടിവിറ്റി ഗ്രൂപ്പ്, ഈ ഒരു മെയിൻ അഡ്മിൻസ് ഉള്ളി അല്ലെങ്കിൽ മെയിൻ ലിങ്കുകൾ വരുന്ന ഗ്രൂപ്പുകൾക്ക് പുറമെ ആക്റ്റീവ് ആവാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും. അത്തരം ആക്ടിവിറ്റി ഗ്രൂപ്പിൽ കൂടെ നിന്നുകൊണ്ട് ഒരു കോർഡിനേറ്ററായി അല്ലെങ്കിൽ ആ രൂപത്തിലൊരു കോ ഗൈഡ് ആയിക്കൊണ്ട് കൂടെ നിന്നുകൊണ്ട് ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമേ മാക്സിമം നമുക്ക് ഈ ഒരു പഠനം ലൈവായി നിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു പഠനത്തിലേക്കും ആ ഒരു ചിന്തയിലേക്കും വഴിതിരിച്ചു വിടുന്ന രൂപത്തിൽ ഈ ഒരു സെഷനിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കുക. കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് ആ രൂപത്തിൽ സംസാരിക്കാം. എല്ലാവരെയും ഒന്നുകൂടി ഒരു അഡ്മിൻ എന്ന നിലക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്ത്, തുടർന്നുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി, ഒരു റൂട്ട് ക്ലിയർ ആക്കി നമ്മളെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ഒന്നിച്ച് പരിശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ സന്ദർഭങ്ങളിലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി, നിങ്ങളെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ സമയത്തെ വാക്കുകൾ ചുരുക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഫോക്കസ് അഡ്മിൻസ്, നമ്മുടെ കണ്ടംപററി അറബ് വേൾഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട അധ്യാപിക, ടീച്ചേഴ്സ്, വിദ്യാർത്ഥികളെ, മറ്റു ഫോക്കസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ സമകാലിക എക്സാമുകളിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിന് തുടക്കം കുറിക്കുകയാണ്. അതിലേക്കുള്ള പഠനത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിരിക്കും തുടക്കം നടക്കുക. നമ്മുടെ കേരളത്തിലെ ഏറ്റവും അവസാനം നിലവിൽ വന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതിലെ കണ്ടംപററി അറബ് വേൾഡിന്റെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസിന്റെ ഗ്രൂപ്പിൽ ഉടൻ അറിയിക്കും.
ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഇന്നിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അതിന് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു ഓറിയന്റേഷൻ ആണ്. വരും ദിവസങ്ങളിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ ഡെയിലി ക്ലാസ് ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് കവർ ചെയ്യുകയും അതിനോട് കൂടെ മറ്റു ചില ആക്ടിവിറ്റികളും ഉൾപ്പെടുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മോഡൽ ടെസ്റ്റുകളും എങ്ങനെ നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യണം, അതിന്റെ പ്രാക്ടീസ് അടക്കമുള്ള ഒരു കോഴ്സാണ് നമ്മൾ തുടങ്ങുന്നത്. അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് അറിയിക്കും. ഇപ്പോ നമ്മൾ ഉസാമ സാറെ ശ്രവിക്കുകയാണ്. ഉസാമ സാറ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഫാക്കൽറ്റിയാണ്, നമുക്ക് പലർക്കും പരിചയമുണ്ടാവും. എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, അത് എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉസാമ സാറെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറെ പ്രിയം കഴിഞ്ഞ ഫോക്കസിന്റെ അഡ്മിൻസ്, മറ്റു അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ അർപ്പിതമായ കർത്തവ്യമാണ് ആ മൂന്നുകളൊന്നുമില്ലാതെ തന്നെ കണ്ടംപററി അറബിക് വേൾഡ് എന്ന ഈ സബ്ജക്റ്റിൽ ഏതെല്ലാം തരത്തിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് വരും എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു അവലോകനമാണ് ഈ ഒരു സെഷനിലൂടെ, ഈ ഒരു ചുരുങ്ങിയ സമയത്തിനകം ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. ഏത് തരത്തിലാണ് മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ വരിക എന്നൊന്ന് പരിചയപ്പെടാം. നോക്കാം. സ്ക്രീനിൽ സെക്ഷൻ എ 3 സെക്ഷനുകളായിട്ടാണ് നമുക്ക് ചോദ്യപേപ്പർ കാണുന്നത്. 3 സെക്ഷനുകളായിട്ട്. സെക്ഷൻ എ അജിബ് അനിൽ അൻ ഹംസത്തി മിനൽ അസ്ഇല അലാത്തിയ ഫി ജുംലത്തിൻ ഔ ജുംലത്തൈനി ലികുല്ലി സുആലിൻ അലാമത്താൻ. 8 ചോദ്യങ്ങൾ ചോദിച്ചു. 8 ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ നിന്നും 5 എണ്ണത്തിൽ ഉത്തരം ചെയ്യുക. അത് തന്നെ 1 or 2 ജുംലയിൽ ഉത്തരം ചെയ്യുക. ഓരോ ചോദ്യത്തിനും 2 വീതം മാർക്കാണ്. ശ്രദ്ധിക്കേണ്ടത് 3 സെക്ഷനുകൾ, അതിലൊന്നിൽ 1 or 2 സെന്റൻസിൽ ഉത്തരം ചെയ്യുക. ഓരോന്നിനും 2 മാർക്ക് വീതമാണുള്ളത്. 8 ഓപ്ഷൻ വരും. അതിൽ 5 എണ്ണത്തിലാണ് നാം ഉത്തരം ചെയ്യേണ്ടതുള്ളത്. ഇനി രണ്ടാമത്തെ സെഷൻ, താഴെ ഒരു 10 ചോദ്യം നമുക്ക് കാണാം, 9 to 18 വരെയുള്ള. അതിൽ 6 എണ്ണത്തിന് ഉത്തരം ചെയ്യുക. പകുതി പേജ്, ഹാഫ് പേജ് ആണ് ഉത്തരം ചെയ്യേണ്ടത്. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ്. യൂണിവേഴ്സിറ്റിക്ക് പാറ്റേണുകൾ മാറ്റാനുള്ള അധികാരമുണ്ട്. എന്നാലും പൊതുവെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഏകീകൃത മാതൃക നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ 10 ചോദ്യത്തിൽ നിന്ന് 6 എണ്ണത്തിന് പകുതി പേജ്, അര പേജ് ഉത്തരം ചെയ്യുക. ഓരോ പേജിനും ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി സെഷൻ 3, ഇത് മക്കാല എഴുതാനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 4 പേജ്, ഓരോ മക്കാലയും 4 പേജ് എഴുതണം. 4ൽ നിന്ന് 2 ചോദ്യത്തിനാണ് ഉത്തരം ചെയ്യേണ്ടത്. 4 പേജ് ഉണ്ട്, അതിൽ 2 എണ്ണത്തിനാണ് ഉത്തരം ചെയ്യേണ്ടത്. ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതവും ഉണ്ട്. 2, 15, 30 മാർക്ക്. നേരത്തെ ടോട്ടൽ എല്ലാ മാർക്ക് കൂടി കൂട്ടിയാൽ 70 മാർക്കിനാണ് ചോദ്യം. ഓക്കെ, ബാക്കി പിന്നെ ഇന്റേണൽ, പിന്നെ അങ്ങനെ കുറെ ഒരു 30 മാർക്ക് വേറെ, ആ രീതിയിലാണ് കാണുക. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ സിസ്റ്റം ആണ്. ഒരു 10 ചോദ്യം ചോദിച്ച് 6 എണ്ണം എഴുതാൻ, 8 എണ്ണം ചോദിച്ച് 5 എണ്ണം എഴുതാൻ, 4 എണ്ണം ചോദിച്ച് 2 എണ്ണം എഴുതാൻ, ഈ നിലക്കാണ് ചോദ്യങ്ങൾ നമുക്ക് കാണാനാവുക. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. നാം ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി. ഇനി നമ്മുടെ പലരുടെയും കയ്യിൽ, ഈ എന്റെ ശബ്ദം കേൾക്കുന്ന പലരും ഈ യൂണിവേഴ്സിറ്റി കോഴ്സ് നേരിട്ട് ചെയ്യുന്നവരുണ്ട്. പല അറബിക് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി കോഴ്സ് ചെയ്തവരും ചെയ്യാനിരിക്കുന്നവരും താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഏത് തരത്തിലാണ് നാം
ഉത്തരം ചെയ്യേണ്ടത് ആൻസറിംഗ് മെത്തേഡ് കൈഫിയത്തുൽ ഇജാബത്ത് കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മൾ 3 തരത്തിലൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, നമ്മുടെ ആ ചോദ്യത്തിൽ നിന്ന് ഒരു ചോദ്യം, ജസ്റ്റ് ഒരു ചോദ്യം എടുക്കാം. 7ാമത്തെ ചോദ്യം പരിശോധിക്കാം. മാതാ താരിഫു അനിൽ ഹർബിൽ അഹ്ലിയ അൽ യമനിയ 2010. ഓക്കെ, അല്ലെങ്കിൽ കയ്യിൽ ആ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ ഉണ്ടാകും. പലരുടെയും പേജ് നമ്പർ 95 ഇതിനെ കുറിച്ച് കാണാൻ പറ്റും. യമൻ ആഭ്യന്തര വിപ്ലവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളതാണ്. ഈ ചോദ്യം 1 or 2 സെന്റൻസിലാണ് എഴുതേണ്ടത്. 2 എന്ന് പറഞ്ഞാല് 2 സെന്റൻസ് കൊണ്ട് ഉത്തരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 3 സെന്റൻസ്, അതിലപ്പുറം പോണ്ട എന്നൊക്കെ. ഒരു 2 or 3 സെന്റൻസിൽ അവർ ഒരു 3 or 4 വരിയിൽ ഒതുക്കി, 2 മാർക്കിനാണുള്ള ചോദ്യം, 3 or 4 വരിയിൽ ഒതുക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഉത്തരം ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ആ പുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്താൽ 95ാമത്തെ പേജിൽ. ഓക്കെ, അതിലൊരു 9-10 വരി, ഒരു 9-10 വരി ആ പുസ്തകത്തിൽ നമുക്ക് 2015 യമൻ ആഭ്യന്തര വിപ്ലവത്തെ, ആഭ്യന്തര യുദ്ധത്തെ സംബന്ധിച്ച് കാണാൻ പറ്റും. അതിനെ വളരെ ക്രിസ്പായി ചുരുക്കി നമുക്കറിയാവുന്ന ഭാഷയിൽ, ഡയറക്റ്റ് നമുക്ക് ഫസ്റ്റത്തെ വേണമെങ്കിൽ എങ്ങനെയാണ് ചുരുക്കിയത് എന്ന് കൂടി പറയാം. ഫസ്റ്റത്തെ ഹർബും ബൈന 2015 യമൻ ആഭ്യന്തര യുദ്ധം, അതെങ്ങനെ യുദ്ധത്തെ സംബന്ധിച്ച് എഴുതുമ്പോൾ നമ്മുടെ പുസ്തകത്തിൽ അത് കാണാൻ പറ്റുക. ബദഅത്ത് അൽ ഇൽത്തിറാബാത്ത് എന്ന് പറഞ്ഞിട്ട് ഈ 3 വരി, ഹർബും ബൈന ജമാഅത്തുൽ ഹുസീന എന്ന് തുടങ്ങി മൻസൂർ ഹാദി മിൻ തറഫ്, അഥവാ ഈ ആഭ്യന്തര വിപ്ലവം ഒരു ഭാഗത്ത് ഹൂതി സംഘവും മുൻ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുള്ള സ്വാലിഹും ഒരു ഭാഗത്തും, മറ്റൊരു ഭാഗത്ത് നിലവിലെ അധ്യക്ഷൻ പ്രസിഡന്റ് യമൻ പ്രസിഡന്റും പ്രസിഡന്റിന്റെ സൈന്യവും, ഇങ്ങനെ 2 സംഘങ്ങളാണ് ഈ ഭാഗത്ത് യുദ്ധത്തിന്റെ ഒരു കക്ഷികളായിട്ട് കാണുന്നത്. ഇത് ശരിക്കും ആ പേജിൽ നമുക്ക് ആദ്യത്തെ 5 വരികളിലായിട്ട്, ആദ്യത്തെ 5 വരികളിലുള്ളത് ചുരുക്കി അൽ ഹർബുൽ അഹ്ലിയ അൽ യമനിയ ഹർബുൽ അഹ്ലിയത്തുൽ തദൂറു ബൈന ജമാ, ആ തദൂറ് വരെയുള്ളത് ഒഴിവാക്കി, നമുക്ക് വളരെ ചുരുക്കിയിട്ടാണ് വേണ്ടത്. തദൂറ് വരെയുള്ളത് ഒഴിവാക്കി. ഹർബുൽ ബൈന ജമാഅത്തുൽ ഹുസൈൻ വ ഖുവാത്തുർ റഈസ് സാബിഖ്, അതിന്റെ അടുത്തുള്ള ഖുവാലിയ എന്നൊക്കെ പദം നമുക്കതിൽ കാണാൻ പറ്റും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷ ഉപയോഗിച്ച്, വളരെ ലളിതമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് ചുരുക്കി നമുക്ക് ഒരു 10 വരിയുള്ള സാധനം ഇതിൽ കുറച്ചുകൂടി വലുതാക്കിയിട്ടാണ് നമുക്ക് സൈഡിൽ കാണുന്നത്. ഒരു 6 വരിയാണ് ഇവിടെ കാണാൻ കഴിയുക. ഒരു 4 or 5 വരിയൊക്കെയാണ് ഇത് നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതുകയുള്ള ഉണ്ടാകുന്നത്. അപ്പൊ അത്രയും ചുരുക്കി ഇൻഷാ അല്ലാഹ് ഇതേ രീതിയിൽ ചുരുക്കിയിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ചുരുക്കുക? എനിക്ക് തീരെ അറബി അറിയില്ലല്ലോ, എനിക്ക് ഗ്രാമർ അറിയില്ലല്ലോ, എഴുതാൻ അറിയില്ലല്ലോ, എനിക്കും ആരും ആശങ്കപ്പെടേണ്ടതില്ല. കോഴ്സിന്റെ ഭാഗമാകുന്ന ഏതൊരാൾക്കും ഇതിന്റെ 1/3 അഥവാ 1/3 അതല്ലെങ്കിൽ അതിനോട് അടുത്തോ ഒക്കെ ആയിട്ട് ഈ ടെക്സ്റ്റ് ബുക്കുകൾ ചുരുക്കിയിട്ടുള്ള, എന്നാൽ പ്രധാന പോയിന്റുകൾ ഒന്നും ചോരാതെ വളരെ പ്രസക്തമായ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ട് ഓരോ ക്ലാസ്സിന്റെയും കൂടെ ഉണ്ടാകുമെന്ന് നേരത്തെ നിങ്ങൾ ആമുഖ ഭാഷണത്തിലായിട്ട് നഗര ഭാഷണത്തിലേക്ക് അറിഞ്ഞതാണ്. അപ്പൊ ആ നിലക്ക് നമുക്ക് നോട്ടും അത് തന്നെ വളരെ സിമ്പിളായ നല്ല സങ്കീർണമായ പദങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വളരെ സിമ്പിളായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക എന്ന സന്ദർഭത്തിനായി സൂചിപ്പിക്കുകയാണ്. അത് ഇത്രയും 2 മാർക്കിനുള്ള സാധനം നമുക്കൊരു 3 or 4 വരിയിൽ ഒരു 2 ജുംലയിൽ ഒതുക്കാൻ പറ്റിയില്ലെങ്കിൽ 3 ജുംലയിൽ ഒതുക്കിയിട്ട് അവസാനിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത സെഷനിൽ, 2ാമത്തെ സെഷൻ ബിയിൽ 5 മാർക്കിന്റെ ചോദ്യമാണ് കാണാൻ സാധിക്കുന്നത്. 10 ചോദ്യത്തിൽ 6 ചോദ്യം എഴുതാനല്ലേ പറഞ്ഞത്, 6 ചോദ്യം എഴുതാൻ പറഞ്ഞു. അതെല്ലാം നിസ്ഫ് സൊഫ, 1/2 പേജാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത്. ഇവിടെ ചോദ്യം നോക്കൂ, അതിലുള്ള ചോദ്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. ഹുക്മു ഹുസ്നി മുബാറക് ഫി മിസ്ര, മിസ്രിലെ ഹുസ്നി മുബാറക്കിന്റെ ഭരണം എന്നുള്ളതാണ്. ടെക്സ്റ്റ് പുസ്തകത്തിൽ 21 to 23 വരെയുള്ള 3 പേജുകളിലായിട്ട് ഹുസ്നി മുബാറക്കിന്റെ ഭരണവും നേട്ടങ്ങളൊക്കെ വ്യാപിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ 3 പേജുള്ള സാധനമാണ് നമുക്ക് വെറും 1/2 പേജിലേക്ക്, അഥവാ
ഏതാണ്ട് ഒരു 10-9 വരികളാണല്ലോ ഒരു യൂണിവേഴ്സിറ്റി ആൻസർ ഷീറ്റിന്റെ അരപ്പേജ് ഉണ്ടാവുക. അവരെ ആ ഒരു 10 വരിയിലേക്ക് ചുരുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 പാരഗ്രാഫ് ഉള്ളത് ഒരു 14-15 ഒക്കെ ജുംലയായിട്ട്, അത്രയും ഒരു 14-15 ഒക്കെ ജുംലയായിട്ട് വളരെ ചുരുക്കി നിർമ്മിക്കേണ്ടി വരും. ഇത് ഇവിടെ കാണുന്നത് നമ്മുടെ 21-ാം പേജിലുള്ള ആദ്യത്തെ 2 പാരഗ്രാഫുകൾ. അതൊരു 8-10 വരികൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ 2 പാരഗ്രാഫുകളാണ്. അതിന്റെ 4 പോയിന്റുകളാണ്. ഒരു പാരഗ്രാഫിൽ നിന്ന് 2 പോയിന്റ്. ഇത് നോക്കൂ, ഇത് ഇബ്താദാനിൽ ഹുക്മി ബഅദ തൗറ 2011 ശരിക്കതൊരു 1.5 വരിയുള്ള സാധനമാണ്. ഇത്രയും ചുരുക്കി വളരെ ലളിതമായി, ഇബ്താദ എന്നൊന്നുമല്ല നമ്മുടെ പുസ്തകത്തിലുള്ളത്. നമ്മുടെ പുസ്തകത്തിൽ തനഹ എന്നാണുള്ളത്. തനഹ പലർക്കും അറിയാത്ത അപരിചിതമായ പദമാണ്. നമുക്കറിയുന്ന പദമാണ് ബഅദ, ഇബ്താദ. അത് ഇങ്ങനെ വളരെ ചുരുക്കി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒന്നും ചോരാതെയാണ് നമ്മുടെ നോട്ടുണ്ടാവുക. ആ രീതിയിലാണ്. ഇനി നിങ്ങൾ കോഴ്സിൽ ചേരുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരു മാർഗരേഖ കൂടിയാണ് ഇവിടെ നൽകുന്നത്. ഈ രീതിയിൽ ഒരു പാരഗ്രാഫ് 4-5 ഒരു 5-6 വരെയുള്ള സാധനം ഒരു 2 ജുംലയിലാക്കി ആ ജുംലയിൽ തന്നെ വളരെ സിമ്പിളായ പദങ്ങൾ ഉപയോഗിച്ച് ചുരുക്കിയിട്ടാണ് നമ്മൾ ഇതിന് ഉത്തരം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സെഷൻ സിയിൽ നമുക്ക് മക്കാലയായിരുന്നു എഴുതാനുണ്ടായിരുന്നത്. മക്കാലയിലെ നമ്മുടെ ആ ചോദ്യത്തിലുള്ള ചോദ്യം തന്നെയാണ് താരിഖുൽ മംലക്ക അൽ അറബിയ അസ്സഊദിയ. താരിഖുൽ മംലക്ക അൽ അറബിയ അസ്സഊദിയ 4 പേജ് നമുക്ക് ഉത്തരം എഴുതണം. ഓരോ ഉത്തരത്തിനും 15 മാർക്കാണ്. 4 പേജ് ഉത്തരം എഴുതണം, 15 മാർക്ക്. താരിഖുൽ മംലക്ക അൽ അറബിയ അസ്സഊദിയ. താരിഖുൽ മംലക്ക അൽ അറബിയ അസ്സഊദിയ. ഇത് ഒരു യൂണിറ്റ് ആണ് നമ്മുടെ പാഠപുസ്തകത്തിലെ. എല്ലാ മത്സര പരീക്ഷകൾക്കൊക്കെ വേണ്ട സൗദിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഈ യൂണിറ്റ് നിലകൊള്ളുന്നത് 75 to 83 പേജുകൾ, അഥവാ 9 പേജുകളിലായിട്ടാണ് 9 പേജുകളിലായിട്ടാണ് പുസ്തകം ഈ യൂണിറ്റ് ഉള്ളത്. ഇതിനെ നമുക്ക് നോട്ട് ചെയ്യുമ്പോൾ, നാം അതിനെ നോട്ടാക്കുമ്പോൾ നമുക്ക് 4 പേജാണ് നോട്ട് എഴുതേണ്ടത്. ഉത്തരം എഴുതേണ്ടത് 4 പേജാണ്. പക്ഷെ അതിന് 4-5 ഘട്ടങ്ങളിലൂടെ കടന്ന് നല്ല രീതിയിൽ 15 മാർക്കും സിമ്പിളായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ് 1-2 മിനിറ്റിനകം ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ 9 പേജിനെ 1/3 ആക്കി 3 പേജാക്കിയിട്ട് നാം ചുരുക്കും. ആ രീതിയിൽ ചുരുക്കുക. നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ഇനി അല്ലാത്ത രീതിയിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഒരു 1/3 ആക്കി ചുരുക്കുക. ആദ്യം അങ്ങനെ ഈ 9 പേജിനെ 3 പേജാക്കി ചുരുക്കുക. എന്നിട്ട് പലരും മറന്നു പോകുന്ന ഒരു സംഗതിയാണ് പ്രധാന ഹെഡിങ് എഴുതാൻ മറക്കും. ചോദ്യത്തിന്റെ നമ്പർ മാത്രം ഇടും. ഹെഡിങ് ചോദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടല്ലോ, അത് പിന്നെ എക്സ്ട്രാ ഒരു അധിക പെറ്റാണ് വിചാരിച്ചിട്ട് അത് എഴുതൂല. പക്ഷെ നാം എഴുതേണ്ട സാധനമാണ് ഹെഡിങ്. മെയിൻ ഹെഡിങ് എഴുതൽ നിർബന്ധമാണ്. അതിനൊക്കെ പ്ലസ് പോയിന്റ് ഉണ്ടാവും. അതുകൊണ്ട് അപ്പൊ 3ാമത് മെയിൻ ഹെഡിങ് എഴുതി. അതിനുശേഷം അല്ല അനാവീനിൽ ഫറയ്ക്കാം. ഓരോ സെഷനിൽ ഇപ്പോ സൗദി അറേബ്യയുടെ ചരിത്രമാണ്. അപ്പൊ അതിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കമുള്ള ആളുകൾ അവിടുന്ന് തുടങ്ങിയിട്ടു ഓരോരോ ഭരണാധികാരികളെ കുറിച്ച് 1-2 പാരഗ്രാഫുകളൊക്കെയാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോ ഓരോ സബ് ഹെഡിങ്ങുകൾ ചെയ്താൽ നാം ഈ 3 പേജുകളിലായി ചുരുക്കുന്നത് നമുക്ക് സൈഡ് ഹെഡിങ്ങും വന്നു, അതുപോലെ മെയിൻ ഹെഡിങ്ങും വന്നു, സബ് ഹെഡിങ്ങും വന്നാൽ തന്നെ ഒരു 3.5 പേജിലേക്കാകും. മെയിൻ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും വന്നാൽ തന്നെ ഒരു 3-3.5 പേജിലേക്കായി. പിന്നെ ചെയ്യേണ്ടത് വസ്ഫുൽ ഇബാറാത്തി ബിൽ ജലീൽ. നല്ല നല്ല വസ്ഫ് ചെയ്യാൻ പറ്റിയ പദങ്ങൾ ഇത്തിരി നമ്മുടെ അടുത്ത് വേണം. ഒരാള് ഏതായാലും നമ്മുടെ ഈ പുസ്തകത്തിൽ മുഴുവനുള്ളത് ഭരണാധികാരികളാണ്. ഭരണാധികാരികൾക്ക് അവരെ കുറിച്ച് സാമാന്യമായിട്ട് പൊതുവിൽ വിശേഷിപ്പിക്കേണ്ട ഇത്തിരി പദങ്ങൾ അന്ന് നാം അറിഞ്ഞിരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പദങ്ങളെ കുറിച്ചൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഒരു 10-15 വസ്തു ആർക്കും വെച്ചെടുക്കാൻ പറ്റിയ നല്ല നല്ല വസ്തുക്കൾ അതും പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ അവസാനം ചെയ്യേണ്ടത് അൽ ഫത്തു തഹ്ത നിഖാത്തിൽ മുഹിമ്മ.
പ്രധാന പോയിന്റുകൾക്ക് താഴെ അടിവരയിടുകയാണ് വേണ്ടത്. പ്രധാന പോയിന്റുകൾക്ക് താഴെ അടിവരയിടുക. ചെറിയ രീതിയിൽ അടിവരയിട്ടാൽ മതി. അപ്പോ ആദ്യം ചെയ്യേണ്ടത് 9 പേജ് ഉള്ളത് 1/3 ആക്കി 3 പേജ് ആക്കുന്നു. പിന്നെ മെയിൻ ഹെഡിങ്, പിന്നെ സബ് ഹെഡിങ്ങുകൾ, പിന്നെ ഇത്തിരി അരോചകം സൃഷ്ടിക്കാത്ത രീതിയിൽ, വിരസത സൃഷ്ടിക്കാത്ത രീതിയിൽ വസ്ഫുകൾ, വിശേഷണങ്ങൾ ചേർത്ത് കൊടുക്കുന്നു. പ്രധാന പോയിന്റുകൾക്കിടയിൽ അടിവരയിടുന്നു. ഇങ്ങനെ ഒരു 3 പേജ് ആക്കിയ സാധനം മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ്ങുകള്, ഇത്തിരി വിശേഷണങ്ങൾ ഒക്കെ വരുമ്പോൾ ഒരു 4 പേജായി നമുക്ക്. അപ്പൊ യൂണിറ്റ്, സൗദി അറേബ്യയെ കുറിച്ചുള്ള ഒരു യൂണിറ്റ് നമുക്കൊരു മക്കാല എഴുതാൻ പറ്റിയ രൂപത്തിൽ 9 പേജുള്ളത് ഒരു 3 പേജായിട്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ ഓരോ യൂണിറ്റിൽ നിന്നും 1-2 ഒക്കെ മക്കാലക്ക് വേണ്ട, ഇതുപോലെ 1/3 അനുപാതം വെച്ചിട്ട് മക്കാലക്ക് വേണ്ട പോയിന്റും കാര്യങ്ങളും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും അതിന്റെ കൂടെ മനസ്സിലാക്കി. എന്നാൽ അതോടൊപ്പം ഇതിന്റെ പുറമെ കോമ്പറ്റേറ്റീവ് എക്സാമിന് കൂടി പങ്കെടുക്കാൻ വേണ്ട പോയിന്റുകൾക്ക് പ്രത്യേകം നിറം നൽകി, ചുവപ്പ് നിറമോ പ്രധാന ഡേറ്റുകൾക്ക് പ്രത്യേക നിറം നൽകി, പ്രത്യേക പ്രസക്തി നൽകി. ആ രീതിയിലൊക്കെയാണ് പരീക്ഷാ ഹാൾ നാം പറഞ്ഞില്ല അടിവരയിട്ട് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മുടെ നോട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഏത് വിഷയം വളരെ നല്ല മാർക്കോടുകൂടെ നമുക്ക് നല്ല രീതിയിൽ ഉപരിപഠനം നടത്താൻ പറ്റിയ മാർക്കുകളോടുകൂടെ, നമുക്കറിയാം 55-60% അതിന്റെ അപ്പുറത്തുള്ള ഉപരിപഠനത്തിൽ നമുക്ക് വേണ്ടത് പല വിഷയങ്ങൾക്ക്. ആ രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് മാത്രം സൂചിപ്പിച്ച് എന്റെ വാക്കുകൾ ചുരുക്കിയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് ഇനിയും സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. എക്സാമിന്റെ നമുക്ക് ഈ ഒരു കണ്ടംപററി അറബ് വേൾഡിന്റെ അടക്കം പ്രധാനപ്പെട്ട എക്സാമുകളുടെ ഒക്കെ ഒരു പൊതു സ്വഭാവം, നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്ന പൊതുവായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ശാമ സാർ നമുക്ക് നൽകിയിട്ടുള്ളത്. വരുന്ന ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ രാജ്യങ്ങളിലേക്കും ഓരോ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഇഷ്യൂസിലേക്കൊക്കെ കടക്കും. നമുക്കറിയാം അറേബ്യൻ രാജ്യങ്ങളെ തന്നെ പല വിഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആഫ്രിക്കൻ കൺട്രീസ്, നമുക്ക് ഷാം കൺട്രീസിന് വേറെ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഗൾഫ് കൺട്രീസ്, GCC കൺട്രീസ്, അങ്ങനെ പല വിഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഓരോ രാജ്യങ്ങളെ കുറിച്ചും നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അതോടുകൂടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ്, മുല്ലപ്പൂ വിപ്ലവം അടക്കം, അവസാനം നടന്ന മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ബാക്കിയായി സിറിയയിൽ നടന്ന ബഷാർ അൽ അസദിന്റെ പതനം അടങ്ങുന്ന പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോ ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓരോന്നും തുടക്കം മുതൽ തന്നെ ആഫ്രിക്കൻ കൺട്രീസിന്റെ അവിടെ തുടങ്ങി ഓരോ സംഭവങ്ങളും ഓരോ ചരിത്രങ്ങളും ഓരോ ഇഷ്യൂസും നമുക്ക് ചർച്ച ചെയ്ത് എക്സാം ഓറിയന്റഡ് ആയി തന്നെ മുന്നോട്ട് പോകാം. അതിന് കോഴ്സിന് താല്പര്യമുള്ള ജോയിൻ ചെയ്ത എല്ലാവരും തുടക്കം മുതൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ തിരക്കുകൾ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ തുടങ്ങാമെന്ന് കരുതിയാൽ നമുക്ക് പിന്നെ ഫോളോ ചെയ്തു പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഓരോ ക്ലാസ്സും ശ്രദ്ധിച്ച് അതിന് നൽകുന്ന ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് വളരെ സജീവമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അഡ്മിന്മാരോടൊക്കെ ചോദിച്ച് അതൊക്കെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു കോഴ്സോട് കൂടെ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് നേടുകയും അതോടുകൂടെ അറബ് വേൾഡ്, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമകാലികമായ എല്ലാ എക്സാമുകളിലും കാറ്ററ്റ്, PSC, നെറ്റ്, സെറ്റ്, ഈ നമുക്ക്
അറബിക്കിൽ വരുന്ന സ്ഥിരമായി വരുന്ന ഈ എക്സാമുകളിലെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നമുക്ക് എക്സാമിൽ വിജയിക്കുക, അതോടുകൂടെ ഇതിൽ നല്ലൊരു ബസാറത്ത് ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.